സഹോദരി, ഈ ധീരമായ അവസ്ഥയിലും ഈ ഭീകരമായ ശ്മശാനത്തിൽ നിന്റെ സ്വാമിനിക്ക് വേണ്ടി ദിനരാത്രം കൂടെ ഇരുന്ന നീ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുണ്ടോ? നിനക്ക് നന്മയെ വരും, നന്മ മാത്രം. ഇവരുടെ ഭൗതിക ശരീരം കാക്കയും കഴുകനും കുറുനരികളും ഭക്ഷിക്കാനുള്ളതല്ല. അദ്ദേഹം ചുടലക്കാവൽക്കാരനെ വിളിക്കുന്നു. ഈ ശരീരം ഉപചാരപൂർവ്വം സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. മധുരാപുരിയിലെ മാതക സുന്ദരി ആ മതാലസ മഹാകവി കുമാരനാശാന്റെ മാനസപുത്രി, മഹാകവിയുടെ മാനസപുത്രി ഒരു താരമായി കട്ടിയവർ, ഒരു താരമായി കട്ടിയവർ. ആ മഹാന്റെ കണ്ണിൽ നിന്നും ആ ചാമ്പലിലേക്ക് ഒരസുഗണ മാമലകീ ഫലം പോലെ നെല്ലിക്ക പോലെ അറന്നു വീണു. കരുണയുടെ നിർലോഭമായ അസുഗണം, പരമശാന്തി രസത്തിന്റെ നിർമ്മലമായ അസുഗണം, നിർമ്മലമായ അസുഗണം. കരഞ്ഞ് കണ്ണീർ പറ്റിയിരുന്ന ആ തോഴിയെ ഉപഗുപ്തൻ ഒരു വിധത്തിൽ ശ്മശാനത്തിൽ നിന്നും പറഞ്ഞയക്കുന്നു. അദ്ദേഹം ഉപഗുപ്തൻ ആ ഭീകര അന്തരീക്ഷത്തിൽ നിന്നും, ഭീകര ശ്മശാനത്തിൽ നിന്നും അതാ നടന്ന് അകലുകയാണ്. ആ നടക്കാവിലൂടെ കരുണയുടെ നിർവൃതികളുടെ പനനീർ പൂവുകൾ കൊണ്ട് വാസവദത്ത എന്ന മതാലസ സുന്ദരിക്ക് ആത്മനിർവൃതി നൽകി, പരമശാന്തിരസം നൽകി, കരുണയെന്ന ആ മഹാ സാന്ത്വനം നൽകിക്കൊണ്ട് തിരികെ മടങ്ങുന്ന ഉപഗുപ്തൻ. നമസ്കാരം മഹാകവി കുമാരനാശാൻ തന്റെ അവസാന കൃതി കരുണ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നിർമ്മാണ നിബദ്ധനാകാതെ ഈശ്വര ഭജനം മാത്രമുള്ള ഒരു സന്യാസി വരിയായി തീരാതെ ഈ ലോകത്തെ സേവിക്കാൻ സാധിക്കുന്ന ഈ മാനവരാശിക്ക് വഴികാട്ടിയാകാൻ തിരിച്ചു വരണമെന്ന് ഉപഗുപ്തനെ വിളിക്കുകയാണ്. ഒരു സന്യാസി വരിയൻ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തിരിച്ചു വരണം. അതെ, ലോക നന്മയ്ക്ക് വേണ്ടി തിരിച്ചു വന്ന, നമുക്ക് വേണ്ടി ജനിച്ച ആ പരമഗുരുവിനെ പോലെ, ശ്രീനാരായണ പരമഗുരുവിനെ പോലെ തിരിച്ചു വരാൻ ഉപഗുപ്തനോട് മഹാകവി കുമാരനാശാൻ ആവശ്യപ്പെടുകയാണ്. മാറി മാറി വരുന്ന തലമുറയ്ക്ക് വഴികാട്ടിയായി തന്റെ കൃതികളിലൂടെ മാനവികത വിളിച്ചോതിയ ആ മഹാധനനെ നമുക്ക് നമസ്കാരം മഹാകവേ സ്നേഹദായക വലിയ ഭവങ്ങൾ വാണ നിമഗ്നരാകാതെ വീണു. നമസ്കാരം മഹാകവേ സ്നേഹദായക വലിയ ഭവങ്ങൾ വാണ നിമഗ്നരാകാതെ വീണ്ടും ലോകസേവയ്ക്കായി അതിഥകാരുണികരാ അവദൃശ്യതൂതന്മാരി വേണം അധികം അതിഥകാരുണികരാ അവദൃശ്യതൂതന്മാരി വേണം അധികം നമസ്കാരം മഹാകവേ ആ മഹാകവിയുടെ കൃതികൾ
ഈ മാനവരാശിക്ക് ജീവിത പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു 18 വയസ്സുകാരൻ തന്റെ പ്രിയ ശിഷ്യനായി വന്ന കുമാരൻ, ആ കുമാരനെ വിശ്വമഹാകവി കുമാരനാസാനാക്കി മാറ്റിയ ആ ദിവ്യ തേജസ്, അന്ധകാലത്തിൽ ആഴ്ന്നു കിടന്ന ഒരു ജനതയ്ക്ക് അറിവിന്റെ ദിവ്യജ്യോതി പകർന്നു കൊടുത്ത ആ മഹാ തേജസ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്വൈത വേദാന്ത യോഗീശ്വര അദ്വൈതവാദന ഗുരുവരേ അദ്വൈത വേദാന്ത യോഗീശ്വര അദ്വൈതവാദന ഗുരുവരേ ബ്രഹ്മത്വമുള്ളവനാണ്